ശ്രീനിവാസൻ തിരക്കഥയും ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു മലയാള സൈക്കോളജിക്കൽ സിനിമയാണ് വടക്കു നോക്കിയന്ത്രം. 1989 പുറത്തിറങ്ങിയ ഈ സിനിമ 3 സംസ്ഥാന അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. അതുകൂടാതെ 8 അന്യഭാഷാ സിനിമയിലേക്ക് റീമേക്ക് ചെയ്ത ഒരു പടം കൂടെയാണ് വടക്കു നോക്കിയന്ത്രം. ഇതിൽ കേന്ദ്ര കഥാപാത്രമായി വന്നിരിക്കുന്നത് ശ്രീനിവാസൻ തന്നെയാണ്. ദിനേശൻ എന്നൊരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ദിനേശൻ തന്റെ ഭാര്യയെ സംശയിക്കുന്നു. ഇത് വളരെ ഹാസ്യത്തിന്റെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്കെല്ലാം തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമയാണ്. അതേപോലെ തന്നെ ദിനേശന്റെ മാനസിക പ്രശ്നങ്ങൾ ഈ ഹാസ്യത്തിന്റെ അകമ്പടിയോട് വന്നുകൊണ്ട് തന്നെ അത്ര ഗൗരവമായിട്ട് മലയാളികൾ എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രീനിവാസൻ അവതരിപ്പിച്ച ഈ ദിനേശൻ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മാനസിക പ്രശ്നങ്ങൾ? ഏത് തരത്തിലുള്ള മാനസിക പ്രശ്നമാണ് അദ്ദേഹം അനുഭവിക്കുന്നത്? ഇതിന് ഒതല്ലോ സിൻഡ്രം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഒതല്ലോ സിൻഡ്രം എന്ന് പേര് വരാൻ കാരണം ഷേക്സ്പിയർ കഥാപാത്രമായ ഒതല്ലോ തൻ്റെ ഭാര്യയെ സംശയിക്കുകയും അവസാനം തൻ്റെ ഭാര്യയെ കൊല ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തൻ്റെ ഭാര്യയെ സംശയിക്കുന്നവരെല്ലാം തന്നെ ഈ ഒതല്ലോ സിൻഡ്രം ഉള്ളവരായിട്ട് നാം കണക്കാക്കുന്നത്. ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് ഇപ്പം നമുക്കൊരു സംശയം വഹിക്കാം, ഈ വിവാഹം കഴിച്ചില്ല ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമോ ഇല്ലയോ? യഥാർത്ഥത്തിൽ ഇവർ വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്തരം മാനസികാവസ്ഥകൾ ഉള്ളവരാണ്, മാനസിക പ്രശ്നങ്ങൾ ഉള്ളവരാണ്. ഇവർക്ക് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളാണ്. ഇതിൽ മാനസിക പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ കുട്ടിക്കാലത്ത് ഏകാന്തത അനുഭവിക്കുക, ഒറ്റപ്പെടൽ, കളിയാക്കലുകൾ ഇതൊക്കെ അനുഭവിച്ചു വന്ന വ്യക്തികളായിരിക്കും. ഇവരിൽ പലർക്കും സെക്സ്വൽ അബ്യൂസും ഒരു കാരണമായിട്ട് പറയാം. ഇവർക്ക് സാമൂഹികപരമായിട്ട് വലിയ ബന്ധങ്ങൾ ഉണ്ടാകത്തില്ല. ഇവരെ വീട്ടിൽ തന്നെ തളച്ചിട്ട് വളർത്തിയ ഒരു ചുറ്റുപാടിൽ വളർന്നവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാം. അതേപോലെ തന്നെ മദ്യപാന ശീലമുള്ളവർക്ക് ഈ സംശയരോഗം വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇനി ശാരീരികമായിട്ടുള്ള കഴിവുകൾ, ശാരീരികമായിട്ട് അത് തൻ്റെ കുറവുകളെ വലുതാക്കി കാണിച്ച് അത് തൻ്റെ ഒരു വലിയൊരു പ്രശ്നമായി കാണുന്നവർക്ക് ഈ സംശയരോഗം വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. തനിക്ക് പൊക്കമില്ലെന്നും തനിക്ക് സൗന്ദര്യമില്ലെന്നും തനിക്ക് നിറമില്ലെന്നും വിചാരിക്കുന്ന വ്യക്തികൾക്ക് ഒരു സംശയരോഗം വരാനുള്ള ചാൻസ് കൂടെയാണ്. പിന്നെ തൻ്റെ ഭാര്യയ്ക്ക് തന്നേക്കാൾ സൗന്ദര്യം ഉണ്ടെന്നും അതേപോലെ തന്നെ സമൂഹത്തിൽ നല്ല വിലയുണ്ടെന്നും തനിക്ക് തന്നേക്കാൾ നല്ല ജോലിയുണ്ടെന്നും സമൂഹത്തിൽ വ്യക്തികളായിട്ട് ഇടപെടാനുള്ള കഴിവ് അവർക്കുണ്ടെന്നും നമുക്ക് തോന്നി തുടങ്ങിയാൽ അവിടെയും സംശയത്തിന് വഴിതെളിക്കാം. നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുപാട് ചെറിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ നോർമൽ ലൈഫിലൊക്കെ ഉണ്ടാകും. ചില ആൾക്കാർ ഇതെല്ലാം കൂട്ടി വലുതാക്കി വലിയ വീർപ്പിച്ച് വലിയൊരു സംഭവമാക്കി മാറ്റും. അവസാനം ഇത് ഡിവോഴ്സിലൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തുടക്കം തന്നെ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് സ്വയം തിരുത്തലുകൾക്ക് വിധേയമാക്കി സ്വന്തമായിട്ട് തന്നെ ഇത് അനലൈസ് ചെയ്തിട്ട് ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ മാറ്റണമെന്നൊക്കെ തീരുമാനിക്കുകയും അതും സാധിച്ചില്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ, ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടുകയും അങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റാവുന്നതാണ്. ഇത്തരം സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.